പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി മക്കത്തുൽ മുക്കറമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നവരെ, നിങ്ങൾ പോകുന്ന സ്ഥലം നിസ്സാരമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ കഅബയെ നോക്കിക്കൊണ്ട് ലോകൈക ഗുരു പറയുകയാണ്, മാ അത്യബകി വമാ അത്യബരിഹകി. എത്ര മനോഹരമാണ് നിന്റെ സുഗന്ധം, അല്ലയോ പരിശുദ്ധമായ കഅബയെ. നിന്നെ സുഗന്ധമാക്കിയ വസ്തു എന്താണ്? നിന്റെ സുഗന്ധം എത്ര പരിമളമാണ്, നിന്റെ പരിമളം എത്ര ആസ്വാദനദായകമാണ്. ലൗലാ അന്ന ഖൗമകി അഖ്റജൂനി, നിന്റെ ഈ നാട്ടുകാരാകുന്ന മക്കയിലെ മുശ്രിക്കീങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുമായിരുന്നില്ല എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ്. കാരണം പരിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്നതായ നാടല്ലയോ പുണ്യമായ മക്കത്തുൽ മുക്കറമ. ലോകത്താദ്യമായി അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതായ ആദ്യത്തെ ഗേഹമല്ലയോ പരിശുദ്ധമാക്കപ്പെട്ട കഅബ.